എടി ആൺകുട്ടി തന്നെ ആയിരിക്കും. സാരി എടുത്തു, ഇഷ്ടം പോലെ സാരി എടുത്തു. അതാ കിടക്കും. എന്നിട്ട് ഇവനെ അതും അണിയിച്ച് റോഡിലൂടെ കൊണ്ട് നടത്താം. അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്തിനാ ഇവനെ വിളിച്ചു വരുത്തിയ? എന്റെ കുടുംബത്തിനെ വീണ്ടും വീണ്ടും അപമാനിക്കാനോ? അളിയാ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണെന്നുള്ള കാര്യം സത്യമാ. എന്ന് വെച്ചിട്ടേ ജീവിതം കാണാത്തവരോ ജീവിക്കാൻ അറിയാത്തവരോ അല്ല. ഇനി ഇതിങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു പോവാം. ഡ്രസ്സേ നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം. പോകാൻ വരട്ടെ. സൂര്യ, എന്താണോ തന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് തനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തത്? രഞ്ജിത്ത്, കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ തന്നെ അംഗീകരിച്ചു. എന്റെ മക്കള് രഞ്ജിത്തിനെ അംഗീകരിച്ചു. അതുകൊണ്ട് അവ എതിർക്കുന്നു. അല്ലാതെ മറ്റു ഒരു കാരണവും ഇതിലില്ല. അങ്ങനെ പരിപൂർണമായിട്ട് അങ്ങ് പറഞ്ഞ് തള്ളാതെ. നിങ്ങൾക്ക് ഇവനെ ഇഷ്ടമാണോ അല്ലയോ എനിക്കറിയേണ്ട കാര്യമേ ഇല്ല. പക്ഷേ എന്റെ നോട്ടത്തില് ഇവന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമേ ഉള്ളൂ. അതെ, നിങ്ങളുടെ മുമ്പിൽ ഇവൻ എത്ര നല്ലവനായിട്ട് അഭിനയിച്ചാലും എനിക്ക് ഇവൻ നല്ലവനായിട്ട് തോന്നുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാ ഒറ്റയടിക്ക് എന്റെ പെങ്ങൾക്ക് വന്ന ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ അംഗീകരിക്കുന്നത്? നന്ദിനി, പറയാനുള്ളത് എനിക്ക് മുഖത്ത് നോക്കി പറഞ്ഞേ പറ്റൂ. എനിക്ക് ഇവനെ ഇഷ്ടമേ അല്ല കേട്ടാ. അത് ശരിയാണെന്നുള്ളതിന് അധികം വൈകാതെ നിങ്ങൾക്കൊക്കെ തെളിവ് കിട്ടും. നോ ഡൗട്ട് അബൌട്ട്. ഇവൻ കുഴപ്പക്കാരൻ തന്നെയാ. സൂര്യ, നീ കൂടുതൽ ആള് കളിക്കാൻ നിൽക്കരുത്. തനിക്കല്പം നാണമില്ലായ്മയുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ഈ ടെക്സ്റ്റൈൽസിൽ ഇപ്പൊ നിൽക്കുന്ന ആളുകളുടെ മുന്നില് കുടുംബം നാണം കെട്ടി ഇല്ലാതായാലും തനിക്കൊന്നും തോന്നാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ അവസ്ഥ. പുറത്തൊരു സ്ഥലത്ത് പോയാ കുടുംബം കാത്തു സൂക്ഷിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്. അതിപ്പോഴും മറ്റുള്ളവർ പാലിക്കുന്നത് കൊണ്ടാ ആരും സൂര്യയുടെ ദേഹത്ത് കൈവയ്ക്കാത്തത്. എന്നാ പിന്നെ എനിക്ക് അങ്ങനെയുള്ള ഭയമൊന്നും ആവശ്യമില്ല. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തിന് സൂര്യയുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള ഊശ്വരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. ഒന്ന് ആരാ വാ. എന്താടാ ഇത്? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നേ? അച്ഛാ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലെന്ന് അച്ഛന് ബോധ്യമാവും. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന കാര്യം ഒരു നിസ്സാര കാര്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നത് അല്ലേ? പക്ഷേ അവിടെ മുതൽ ഇവിടം വരെ ഞാൻ പറയുന്നത് അത് ഇവന്റെ തനി സ്വഭാവം. മതി. അങ്ങനെ ഒരു തെറ്റ് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മാന്യതയുടെ പേരിൽ നിന്നോട് മാപ്പും പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ തെറ്റല്ലാതാവോ? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കർണക്കുറ്റി നോക്കി രണ്ടെണ്ണം തന്നിട്ട് സോറി പറഞ്ഞാ മതിയോ? ഈ നിൽക്കുന്ന ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ഇവന്റെ ഒരു മാപ്പ് പറഞ്ഞത് കൊണ്ട് സാധിക്കും. പക്ഷെ ഈ സൂര്യയുടെ മുമ്പിൽ ആ നമ്പർ ഒന്നും നടക്കത്തില്ല. സൂര്യ, ഞാൻ ആരെയും വിഡ്ഢിയാക്കാൻ വേണ്ടിയല്ല മാപ്പ് പറഞ്ഞത്. എന്റെ മനസ്സിൽ തോന്നിയിട്ട് തന്നെയാ. സൂര്യക്ക് എന്നെ കുറിച്ചുള്ള തോന്നലുകൾ സൂര്യ തിരുത്തുന്നവരെ ഞാൻ കാത്തിരിക്കും. ഇപ്പൊ പോലും എനിക്ക് തന്നോട് യാതൊരു വിരോധവുമില്ല, ഒരു വെറുപ്പുമില്ല. അയ്യോ, എന്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? എടാ, ഒരു തരി പോലും നീ വിട്ടു തരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡ് ഉള്ളവനാടാ നീ. സൂര്യ
സൂര്യ സാർ എന്തായി കാണിക്കുന്നേ? നന്ദിനി, ഇനി സൂര്യ സാർ എന്ന വിളിയില്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. പിന്നെ എന്തിനാ താൻ അങ്ങനെ വിളിക്കുന്നത്? Call me ഏട്ടൻ. ഇവിടെ നിൽക്കുന്നവരെല്ലാം കേൾക്കാനേ ഏട്ടാന്ന് വിളിക്കാനാ ഞാൻ പറഞ്ഞത്. മനസ്സിലായ? ഏട്ടൻ വിളിച്ചേ. പത്മ, വാട്ട് ഈസ് ദിസ്?